Assalamualaikum, welcome back. This is Holin's World. ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഗോവൻ റെസിപ്പിയാണ്, ചിക്കൻ കാഫ്രിയൽ. സത്യത്തിലും ഇതൊരു ആഫ്രിക്കൻ റെസിപ്പിയാണ്. പോർച്ചുഗീസുകാർ ഗോവയ്ക്ക് സമ്മാനിച്ച ഒരു ആഫ്രിക്കൻ പാചകക്കുറിപ്പാണ് ഈ ചിക്കൻ കാഫ്രിയൽ. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫ്ലേവർ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചിക്കൻ കാഫ്രിയൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഞാനൊരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കാഫ്രിയലിന് 2 ടൈപ്സ് ഓഫ് മാരിനേഷനാണ് തയ്യാറാക്കുന്നത്. ഫസ്റ്റ് മാരിനേഷൻ, സെക്കൻഡ് മാരിനേഷൻ. ഇപ്പം നമ്മൾ ഫസ്റ്റ് മാരിനേഷനാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പകുതി ലെമണിൻ്റെ ഒരു പകുതി നല്ലതുപോലെ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, ഒരു ലെമൺ ജ്യൂസ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് അത് മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കണം. നമ്മൾ ഈ ലെമണും സോൾട്ടും ചേർത്ത് കൊടുക്കുന്നത്, ഈ ലെമൺ ആണെങ്കിൽ നല്ല നമ്മുടെ ചിക്കണിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് മാരിനേഷനിൽ ഈ ലെമണും സോൾട്ടും ചേർത്തിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ മിക്സി ജാർ എടുക്കുക. അതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ട ഒരു മെയിൻ സാധനമാണ് ഈ മല്ലിയില. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലോട്ടാണെങ്കിൽ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3-4 മതിയാവുന്നതാണ്. എന്നിട്ട് 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് വേറെ എക്സ്ട്രാ യാതൊരു മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന മസാല മാത്രമാണ് നമ്മൾ ഈ റെസിപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ട അളവിന് ഇനി എരിവ് വല്ലതും കൂട്ടണമെങ്കിൽ അത് നിങ്ങൾ വേണമെങ്കിൽ 2 പച്ചമുളകോ 3 പച്ചമുളകോ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എരിവിന് പച്ചമുളകും പിന്നെ ഇഞ്ചി, കുരുമുളക്, ഇത് 3ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എരിവ് അങ്ങനെ നോക്കി വേണം ചേർക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം, ഒരു മീഡിയം സൈസിലുള്ള പട്ട ചേർത്ത് കൊടുക്കുക. ഒരു 5 ഗ്രാമ്പു, ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സൈസ് ബിരിയാണി ലീഫാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു പേസ്റ്റിൻ്റെ രൂപത്തിൽ അടിച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് അടിച്ചെടുക്കണം. ഞാനിത് നിങ്ങൾക്ക് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കനിലോട്ട് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുത്ത് സെക്കൻഡ് മാരിനേഷൻ ഫിൽ ചെയ്യാവുന്നതാണ്.
ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഹീറ്റ് ആക്കുക. പാൻ ഹീറ്റ് ആയതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ, നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഹീറ്റ് ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗണും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 25 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒരു 50% കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്യണം. ചിക്കൻ്റെ രണ്ട് വശവും ഈവൺ ആയിട്ട് കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയ മിക്സി കപ്പിൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ടൈമിൽ നമ്മൾ ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇനി കുറച്ചുകൂടി വെള്ളമുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിനി മൂടി തുറന്നതിന് ശേഷം ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചിക്കന് ഒന്ന് തിരിച്ചിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആകണം. അതുവരെ നമുക്ക് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കനും നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോപ്പുലർ ഗോവൻ റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ കാഫ്രിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഈ ചിക്കനിന്, കടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.